ഹലോ നമസ്കാരം, വെൽക്കം ടു വിവേക് ഓപ്പൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പം ജനുവരി 1 ഇന്നൊരു പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. 2024 നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും വരാൻ പോവുകയാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ പകുതിക്ക് ശേഷം ഒത്തിരി നല്ല സംഭവങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ തുടർന്നത് മുന്നോട്ട് ഈ വരുന്ന ജനുവരിയിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും. അത് തിരിച്ച് ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല വർഷമായിരിക്കും. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരുന്നു. അതോടൊപ്പം ഈശ്വരൻ്റെ പ്രാർത്ഥനയും ഞാൻ നേരുന്നു. മാത്രമല്ല, ഇനി ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സും കാര്യങ്ങളും ഞാൻ പറയും. ഞാനിപ്പം തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഈ വരുന്ന 2024 വർഷത്തിൽ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുത്താലും ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. പെട്ടെന്ന് ചാടിക്കയറി ഒരു തീരുമാനത്തിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഒരു തീരുമാനം നമ്മുടെ ആയിട്ടുള്ളത് പറയാനോ നിൽക്കരുത്. ഒന്ന് വെയിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നമുക്കൊന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു തീരുമാനം കൺഫേം ആക്കിയാൽ മതി. പിന്നെ ഏതൊരു കാര്യം ചെയ്താലും അത് നല്ലവണ്ണം ആലോചിച്ച് കണ്ട് മാത്രം ചെയ്യുക. അതുപോലെ ഒത്തിരി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇടപെടാൻ നിൽക്കരുത്. ഇനിയുള്ള വർഷങ്ങൾ നമുക്ക് നല്ലതാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒത്തിരി പേരെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇപ്പം ആരും ചെയ്യുന്നില്ല എന്നുള്ളതല്ല പറയണത്, ചെയ്യണം. ഇനി അങ്ങോട്ടും തുടർന്നും ഉണ്ടാവണം. പിന്നെ കുറച്ചുകൂടെ നമ്മൾ സ്പിരിച്വലി ഇൻവോൾവ് ആവുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഈ പറയുന്നത് എൻ്റേതായിട്ടുള്ളൊരു കൺസെപ്റ്റും കാര്യങ്ങളും എൻ്റേതായിട്ടുള്ളൊരു വിഷൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഒത്തിരി സ്പിരിച്വലിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുക, കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുക. അപ്പം കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരും. പോസിറ്റീവായിട്ടുള്ള എനർജീസ് ഒരുപാട് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരും. പിന്നെ എന്താ പറയുക, നമ്മൾ നെഗറ്റീവ്സ് എല്ലാവർക്കും ഉണ്ട്. ഒത്തിരി നെഗറ്റീവ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് ഈ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും വാക്ക് തർക്കങ്ങളിലും ഏർപ്പെടാതിരിക്കുക. ഒരു ജ്യോതിഷം പറയുന്ന പോലെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയാം. അപ്പോൾ അത് ഓരോരുത്തർ ഫോളോ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ജനുവരി 1 ആയതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കിടക്കുന്നത് കൊണ്ടും എല്ലാവർക്കും എല്ലാവിധ നല്ലത് വരാൻ വേണ്ടിയിട്ടും കൂടെ ഞാനിപ്പോൾ എന്നൊരു വീഡിയോ ചെയ്ത് ഇടാമെന്ന് പ്രതീക്ഷിച്ച് വന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ വാഗ്വാദങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പം ഒരാളുടെ മുന്നിൽ തോറ്റു എന്ന് വെച്ചിട്ട് നമ്മളല്ലാണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലാണ്ടാവുകയോ ചെയ്യുന്നില്ല. അത് നാളൊരു കാലത്ത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് നല്ലതാണ്, അയ്യോ പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു, എനിക്കാണ് തെറ്റ് പറ്റിയതെന്നുള്ളത് നല്ല ഒരു സംഭവമായിട്ട് നാളെ ഒരു കാലത്ത് അവർക്ക് തോന്നാം. ഇത് തിരിച്ചും തോന്നിക്കൂടാതില്ല കേട്ടോ. അവർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ തർക്കിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് നാളെ ഒരു കാലത്ത് അയ്യോ അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ, അവരായിരുന്നു പറഞ്ഞത് ശരി എന്നുള്ളത് നമുക്ക് തോന്നാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസും സന്ദർഭങ്ങളും വരാതിരിക്കട്ടെ. നല്ലത് മാത്രം ചിന്തിക്കുക. പിന്നെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാലും നമ്മൾ 100% അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. അത് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടക്കും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ചെയ്യാം. അപ്പം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് തോന്നൽ വരും. പിന്നെ എന്നും കഴിയുന്നതും ഈ പറഞ്ഞ പോലെ ഓരോ വീടുകളിലും നമ്മൾ പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മളിപ്പം വിളക്ക് കത്തിക്കാറുണ്ട്, വൈകിട്ട് പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതിപ്പം ഹിന്ദുക്കളുടെ വീട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും. ക്രിസ്ത്യൻസ് ആണെങ്കിൽ മറ്റേ അവരുടെ പ്രാർത്ഥനകളുണ്ട്, അത് ചൊല്ലും. മുസ്ലിംസ് ആണെങ്കിൽ അതുപോലെ അവരുടെ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടെ നമുക്ക് ദൈവവുമായിട്ട് ബോണ്ടിങ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ നമ്മൾ ആരും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, കുറച്ചുകൂടെ കൂടുതൽ ഏർപ്പെടാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ ലൈഫിൽ നല്ലത് എന്താ പറയുക, ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു പടി മുകളിലേക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് യാതൊരു സംശയവും കൂടാതെ പറയാം. പിന്നെ നല്ല ഗ്രൂപ്പിൽ നമ്മൾ കൂടുതൽ എൻ്റർടൈൻഡ് ആവുക,
നല്ല നല്ല ആൾക്കാരുമായിട്ട് കൂടുതൽ ഈ പറഞ്ഞ പോലെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വയ്ക്കുക, നല്ല ബോണ്ടിങ് വയ്ക്കുക. അതൊക്കെ സ്പിരിച്വലി നമ്മൾ ഒത്തിരി മുകളിലേക്ക് നമ്മൾ എത്തിക്കും. ഈ ഒരു വർഷം 2024 എന്ന് പറഞ്ഞ വർഷം സ്പിരിച്വലി കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഭംഗിയായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കും. പിന്നെ നമ്മൾ എന്ത് കാര്യം നമ്മളെ മനസ്സിൽ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ശരിക്കും നടന്നിട്ടുള്ളൊരു സംഭവമായിട്ട്. നമ്മളത് ഭയങ്കര ഹാർഡ് കോറായിട്ടും ഭയങ്കര ഹാർഡായിട്ടും നമുക്കത് വേണം എന്നുള്ളതും നമ്മളത് അച്ചീവ് ചെയ്യുന്നത് കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ഡ്രീം ചെയ്യുകയാണെങ്കിൽ 100% ഷുവറായിട്ടും ആ ഒരു സംഭവം നടന്നിരിക്കും. 100% ഉറപ്പായിട്ട് ആ കാര്യം നടന്നിരിക്കും. കാരണം എനിക്കത് അനുഭവത്തിൽ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ എനിക്ക് ആവശ്യമുള്ളതും എനിക്ക് സന്തോഷം മനസ്സ് തരുന്നതും എനിക്ക് ഭയങ്കര പോസിറ്റീവ് നിറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഞാൻ ആലോചിക്കുമ്പോൾ അത് മനസ്സിൽ ഞാനത് വിഷ്വലൈസ് ചെയ്യും. നമ്മളത് എങ്ങനെയാണ് അത് നേടുന്നതെന്നുള്ളതും അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മളത് നമ്മുടെ വ്യക്തിമുദ്ര അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മുടെ മാറ്റുന്നതെന്നുള്ളതും ഒക്കെ ഞാൻ മനസ്സിലത് ഓരോന്നായിട്ട് ഡ്രീം ചെയ്യും. അപ്പോൾ അതൊക്കെ ശരിക്കും ലൈഫിൽ സംഭവിക്കും. 100% ഷുവറായിട്ട് സംഭവിക്കും. നമ്മൾ ആ ഒരു കാര്യത്തോട് നമ്മൾ എത്ര ഗാഢമായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എത്ര ഡീപ്പായിട്ട് നമ്മൾ അതിനെ ചിന്തിക്കുന്നു അതിനനുസരിച്ച് അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളത് 100% ഷുവറാണ്. പിന്നെ ഈ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കും. നമുക്ക് കിട്ടുന്നതനുസരിച്ച് മറ്റുള്ളവർക്കും കൂടെ സഹായങ്ങൾ നമ്മൾ എത്തിക്കുക. അതുപോലെ മറ്റുള്ളവരെ ഒത്തിരി സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കുക. അതുവഴിയൊക്കെ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസ് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് കയറും. പോസിറ്റീവായിട്ടുള്ള എനർജീസ് നമുക്ക് ഉണ്ടാവും. പിന്നെ ഈ വീടുകളിൽ ഈ പറഞ്ഞ ഞാൻ വിളക്ക് വയ്ക്കുന്ന കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജീസ് നമ്മുടെ വീട്ടിലേക്ക് എത്തും. പിന്നെ പ്രാർത്ഥനകൾ മുടങ്ങാണ്ട് ചൊല്ലാൻ നോക്കുക. നമ്മളിപ്പോൾ ഈ വീട്ടിലല്ലെങ്കിൽ പോലും നമ്മൾ വേറെ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പോലും കൃത്യസമയത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനകൾ ചൊല്ലാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ്. പക്ഷെ നമ്മൾ ചില കാരണത്താൽ ചിലപ്പോൾ ആ ദിവസങ്ങൾ ചില മോശം രീതികളൊക്കെ വന്ന് നമുക്ക് ഇന്നത്തെ ദിവസം കൊള്ളില്ലായിരുന്നു എന്നൊക്കെയുള്ള തോന്നൽ നമുക്കുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഓരോ ദിവസവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസങ്ങളാണ്. അങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഓരോന്നും ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയിനാണ്. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ചെയിനായിട്ട് അത് അടുത്ത കാര്യങ്ങൾ നല്ലത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് അയ്യോ അത് ചെയ്തത് ശരിയായില്ല, പക്ഷേ ഇന്നത്തെ ദിവസം പോയി എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിനടുത്ത കാര്യം വരുന്നതും സെയിം അതോട് മാച്ചായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അതങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം, അപ്പോൾ ഈ ഒരു കാര്യം തെറ്റായി പോയെങ്കിലും അല്ലെങ്കിൽ ചെയ്തത് ശരിയായി പോയില്ലെങ്കിൽ അത് വിടുക. ആ ഒരു സംഭവം കഴിഞ്ഞു, നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുക. അടുത്ത കാര്യം ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ചെയ്യുക. വളരെ നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. പിന്നെ നമ്മൾ ഓരോ ദിവസം കിടക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഈ പറഞ്ഞ നമ്മൾ ഓരോ ദിവസത്തെക്കുറിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിൽ ചിന്തിക്കുക, മനസ്സിൽ ആലോചിക്കുക. അപ്പം നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഡ്രീമിൽ വരും. നെക്സ്റ്റ് ഡേ മനസ്സിൽ ഡ്രീമിൽ വന്ന ആ പോസിറ്റീവ് എനർജിയോടുകൂടി നമ്മൾ അടുത്ത ദിവസത്തേക്ക് എത്തുമ്പോഴത്തേക്കും അതിനേക്കാളും നല്ല ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ലൈഫ് നമുക്ക് 2024 ഉണ്ടാവും. പിന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തൊരു ഗോളായിട്ട് എഴുതിയിടുക. 1 by 1, 2, 3 എന്നുള്ളത് അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് എത്തേണ്ട ലക്ഷ്യം, നമുക്ക് നേടേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഗോൾ പോലെ സെറ്റ് ചെയ്ത് ഒരു ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ടായിട്ടോ എല്ലാം കുറിച്ചിടുക. ഡെയിലി നമ്മൾ ആ സംഭവം എടുത്ത് വായിച്ചു നോക്കുക. നമ്മുടെ ഗോൾസ് ആയിരുന്നു അല്ലെങ്കിൽ ഗോൾസാണ്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിലോട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ കഴിഞ്ഞ ദിവസം ചെയ്തു, ഇന്നത്തെ ദിവസം ചെയ്യുന്നു, നാളെ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ആ ഗോൾസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കത് ഓർമ്മ വരും. നമ്മൾ അതിലേക്ക് വീണ്ടും ചെയ്യാനുള്ള ഓരോ പടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ചെറിയൊരു 10 മിനിറ്റ് പല ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളിലേക്ക് നല്ല വർഷം എത്തിക്കുക എന്നുള്ള ഒരു അർപ്പണബോധത്തോടു കൂടി വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും. ഞാനെന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഉൾക്കൊള്ളിക്കണം.
അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. നല്ലൊരു വർഷമായിരിക്കട്ടെ, നല്ലൊരു തുടക്കമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പം ഗോഡ് ബ്ലസ് യു, ലവ് യു ആൾ.